ഈ മരുന്ന് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 12 മാസത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നതിൻ്റെ റിസ്ക് വളരെ കുറയുന്നു. അബാറ്റസെപ്റ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന്, അതായത് ഈ അബാറ്റസെപ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്ന T സെൽ കോശങ്ങളാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ T സെൽ കോശങ്ങളെ പോയി അതിൻ്റെ ഒരു ഫംഗ്ഷനെ മോഡുലേറ്റ് ചെയ്ത് ഫംഗ്ഷനെ ശരിയാക്കി സാധാരണഗതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. അപ്പോൾ ആരെയും അവർ സ്റ്റഡി ചെയ്ത് ഇവർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാൻ സാധ്യത 220 പേരെ എടുത്തു. 120 പേർക്ക് ഈ അബാറ്റസെപ്റ്റ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുത്തു, 120 പേർക്ക് ഒന്നും കൊടുത്തില്ല, ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കാതെ അവരെ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് 12 മാസം കഴിഞ്ഞപ്പോൾ 2 പേരെ എല്ലാ മരുന്നും നിർത്തി പിന്നെ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കൊല്ലത്തെ നീണ്ടു നിൽക്കുന്ന ഈ പഠനത്തിൽ കണ്ടുവന്നത് ഈ അബാറ്റസെപ്റ്റ് കൊടുത്തവർക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത, അത് ആമവാദം ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവരുടെ സന്ധികൾ നീര് വന്ന് വീർത്ത് സൈനോവൈറ്റിസ് ഒക്കെ വന്ന് നീർക്കെട്ട് വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. എത്ര കുറഞ്ഞു? 50% അടുപ്പിച്ച് 40-50% കുറഞ്ഞു എന്നുള്ളതാണ് ആ പഠനം സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ചെറിയ ഡ്യൂറേഷനിലേക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാൻ സാധ്യതയുള്ളവർ ചെറിയ ഡ്യൂറേഷനിൽ ആദ്യത്തെ ഒരു 6 മാസമോ 8 മാസമോ ചികിത്സിച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ബെനിഫിറ്റ് നിൽക്കുന്നു. അത് അവരുടെ അസുഖത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നു, അല്ലെങ്കിൽ അസുഖത്തെ തടുത്തു നിർത്താൻ സഹായിക്കുന്നു എന്നുള്ളത് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ ഒരു പഠനത്തിലൂടെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? മുമ്പ് ഒരാൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവാണ്, ആൻറ്റി-CCP പോസിറ്റീവാണ്, എനിക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ സാധാരണ പറയുന്നത് ഒന്നും ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം, ഒബ്സർവ് ചെയ്തിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ ചികിത്സിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സാധാരണ എല്ലാ ഗൈഡ് ലൈൻസും പറയുന്നത്. പക്ഷേ ഇത് ആദ്യത്തെ ഒരു പഠനത്തിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ എന്താണ്? ഈ ഒരു പഠനത്തിലൂടെ ഇങ്ങനെയുള്ള രോഗികളെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം. അപ്പോൾ ഈ അബാറ്റസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ബാക്കിയുള്ള ഇപ്പം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇൻഫെക്ഷൻ റിസ്ക് ആണെങ്കിലും ലോങ് ടേം സൈഡ് എഫക്റ്റ് ആണെങ്കിലും എല്ലാം വളരെ നല്ല ഒരു മോളിക്യൂളാണ് അബാറ്റസെപ്റ്റ്.